ഹലോ വെൽക്കം ടു വട്ടവട സീരീസ് പാർട്ട് 2. അപ്പോൾ വട്ടവട എത്തിയത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ഇനി വട്ടവട പോയിട്ട് ഞങ്ങൾ കണ്ട കാഴ്ചകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്താ നമുക്കൊന്ന് കണ്ടു നോക്കിയിട്ട് വരാം. നമ്മൾ വട്ടവട എത്തുന്നതിന് മുമ്പ് തന്നെ റൂമും അതുപോലെ ട്രക്കിങ്ങും ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് ഫ്രഷായി നേരെ നായാട്ട് ഷൂട്ടിംഗ് ലൊക്കേഷനാണ് ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ വിട്ടു ചിലന്തിയാർ വാട്ടർഫോൾസിലേക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ ഇതാണ്. ഇഷ്ടപ്പെടാനുള്ള കാരണം ഇപ്പോൾ കേൾപ്പിച്ചു തരാം കേട്ടോ. ഈ ഒരു സൗണ്ടും കാര്യങ്ങളും ശരിക്കും എൻജോയ് ചെയ്തു. അത് നമ്മൾ കുറച്ച് ക്രോസ് ചെയ്തിട്ട് അവിടുത്തെ വെള്ളത്തിൻ്റെ തണുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറായിരുന്നു ശരിക്കും. ഈ ഒരു സൗണ്ടും കാര്യങ്ങളും എല്ലാം ശരിക്കും മനസ്സിന് ഭയങ്കര റിലാക്സേഷൻ തന്നെയായിരുന്നു. അപ്പോൾ അവിടെ കുറേ കളിച്ചും തിരിച്ച് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. മഴയൊക്കെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മൾ റെയിൻ കോട്ടൊക്കെ ആയിട്ടാണ് പോയത്. പിന്നെ അന്ന് മുതലാക്കാൻ നേരം നമ്മൾ അതൊക്കെ ഇട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പിന്നെ ഒരു വ്യൂ പോയിൻറ്റ് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ വ്യൂവും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് നമ്മളൊരു ഈവനിങ് ആയപ്പോഴേക്കും സ്ട്രോബെറി ഫാമിലേക്ക് വിട്ടു. സ്ട്രോബെറി ഫാമിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറീസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അത് വേണ്ടവർക്കൊക്കെ അത് വാങ്ങുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സും അതുപോലെ ഫ്രഷ് ജാമൊക്കെ ഇടുന്ന ഒരു ഷോപ്പിലേക്ക് പോയി. അവിടെ കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വ്യൂവും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് ഫുഡ് കഴിക്കണമായിരുന്നു. ഇവിടെ നിന്നാണ് നമ്മൾ മെയിൻ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളി ഫുഡായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് രാത്രി പിന്നെ പാട്ട് പരിപാടികളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ തണുപ്പുള്ള സ്ഥലങ്ങളിലെത്തി എന്തെങ്കിലും ഒരു സാധനം തണുപ്പുള്ളത് കഴിക്കാൻ ഭയങ്കര ഒരു കൊതിയായിരിക്കും. അപ്പോൾ ഞാനൊരു ചോക്കോബാറൊക്കെ കഴിച്ചു. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മളൊരു ഫിലിമൊക്കെ കണ്ട് നമ്മൾ പിന്നെ കിടന്നുറങ്ങി.